പ്രൈസ് ദ ലോർഡ്. മാതാവ് പ്രതീക്ഷിച്ചപ്പെട്ട ഈ ആലയത്തിൽ എനിക്ക് വരാൻ കഴിഞ്ഞതും ഇവിടെ എൻ്റെ സാക്ഷ്യം പറയാൻ കഴിഞ്ഞതിനുള്ള ഒരുപാട് നന്ദി. എൻ്റെ പേര് ജീൻ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ജൂലൈ 8, 2024 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജോലിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എല്ലാവരും പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ടായിരിക്കും. ഒരുപാട് പ്രതിസന്ധിയിൽ ആണ് ഇപ്പോൾ ആ ഫീൽഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2024 എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ ജോബ് ഇമ്പാക്റ്റഡ് ആവുമെന്ന്. അപ്പം ഞാൻ ആ ഒരു ഭയം മൂലവും പിന്നെ എനിക്കൊരു ജോബ് സെക്യൂരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ജൂലൈ 8, 2024 ഞാൻ ഉടമ്പടി എടുത്തത്. പിന്നെ എനിക്ക് കൃപാസനത്തിനെക്കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ, പിന്നെ അതേപോലെ മറ്റ് കുടുംബാംഗങ്ങളൊക്കെ ഇതിന് മുമ്പ് ഓൺലൈൻ ഉടമ്പടിയും അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ഉടമ്പടികൾ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ ലൈഫിൽ എങ്ങനെയാണ് കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതല്ലാതെ വേറെ മാർഗ്ഗമൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ അതേപോലെ തന്നെയാണ് ചെയ്തത്. ഓൺലൈൻ ഉടമ്പടി എടുത്തു. എൻ്റെ നിയോഗങ്ങൾ ഞാൻ അവിടെ എഴുതി. പക്ഷേ അച്ഛൻ ഇവിടെ പറയുമല്ലോ എപ്പോഴും, ദൈവം ആദ്യം ടോർപ്പിഡോ ചെയ്യുന്നത് നമ്മുടെ കോൺഫിഡൻസ് ലെവലിലാണെന്ന്. അപ്പോൾ എൻ്റെ കേസിലും അത് തന്നെയാണ് നടന്നത്. എനിക്കൊരു നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ കഴിവ് അതേപോലെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ട് എൻ്റെ ജോലിക്ക് കുഴപ്പമൊന്നും വരത്തില്ലായിരിക്കും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഏറ്റവും ആദ്യം ദൈവം ടാർഗറ്റ് ചെയ്തത് എൻ്റെ ജോലിയിൽ തന്നെയാണ്. ഓഗസ്റ്റിലാണ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടത് 2024. അപ്പോൾ എൻ്റെ മൈൻഡ് കംപ്ലീറ്റ്ലി ഡിസ്റ്റർബ്ഡായി. കാരണം ഞാൻ എൻ്റെ ഫാമിലിയിൽ മറ്റേ ആൾക്കാരുടെയൊക്കെ ഉടമ്പടികൾ നന്നായിട്ട് പോകുമ്പോൾ എൻ്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റാണ് നടന്നത്. കാരണം ഞാൻ ഉടമ്പടി എടുത്തു മറ്റുള്ളവരെ പോലെ, എൻ്റെ ഫാമിലിയിൽ മറ്റേ ആൾക്കാരെ പോലെ. പക്ഷെ അവരുടെ കാര്യം നടക്കുകയും എന്നാൽ ഓൺലൈൻ ഉടമ്പടി, എന്നാൽ എൻ്റെ ലൈഫിൽ നേരെ ഓപ്പോസിറ്റാണ് നടന്നത്. അപ്പം ഞാൻ ഓർക്കുകയും ചെയ്തു, ഇനി ഞാൻ ഈ ഉടമ്പടി തുടരണോ? കാരണം ഞാൻ ആഗ്രഹിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു എൻ്റെ ജോബ് സെക്യൂരിറ്റി റിലേറ്റഡ് കാര്യങ്ങൾ. പക്ഷേ അത് നടന്നില്ല. എൻ്റെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. ഞാൻ ഉടമ്പടിയിലുമാണ്. അപ്പോൾ ഇത് തുടരണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അച്ഛൻ്റെ ചൊവ്വാഴ്ചയിലെ യൂട്യൂബ് ധ്യാനങ്ങളൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ആ സമയത്തൊക്കെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ടത് നമ്മുടെ ലൈഫിൽ പാസ്റ്റിൽ ദൈവം എങ്ങനെയൊക്കെയാണ് നമ്മളെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതെന്ന്. ഞാൻ ഓർക്കുന്നുണ്ട് പത്രോസിൻ്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ പറയണതും, എങ്ങനെയാണ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പത്രോസിനെ രക്ഷപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ അച്ഛൻ അന്ന് പറയണതൊക്കെ ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിലും പല പ്രാവശ്യവും മുങ്ങിക്കൊണ്ടിരിക്കുന്ന ചില സാഹചര്യങ്ങൾ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ സമയത്തൊക്കെ ദൈവം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരിയാണ്, നമ്മൾ ദൈവത്തിനൊരു പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് കാണുന്ന പോലെ കാണുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ദൈവത്തിൻ്റെ ഇടപെടലിന് അതിൻ്റേതായ ചില സമയങ്ങളുണ്ട്. ഞാൻ ആ ഒരു പ്രതീക്ഷയോടെ, ആ ഒരു വിശ്വാസത്തോടെ എൻ്റെ ഉടമ്പടി അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. എൻ്റെ മുൻപിൽ പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് എൻ്റെ കാർ ലോൺ, ഹോം ലോൺ, ഇതൊക്കെ ആയിരുന്നു. കാരണം ജോലി നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിലെ വരുമാന മാർഗ്ഗങ്ങളൊക്കെ അതോടെ അങ്ങ് നഷ്ടപ്പെടുകയും, ഭാര്യയ്ക്ക് ജോലി ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും 2 പേരുടെ ശമ്പളം വേണം, അല്ലെങ്കിൽ ഒരാളുടെ ആയിട്ട് മാത്രം നമുക്കങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു ഫ്യൂച്ചർ എന്ന് വെച്ചാൽ, എനിക്ക് ജോലി പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ വണ്ടി പോവും, വീട് പോവും, അങ്ങനത്തെ ഒരു സാഹചര്യം വരും. കാരണം എൻ്റെ ഫ്രണ്ടിൽ വേറെ ഒരു മാർഗ്ഗവുമില്ല വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി. കാരണം ഞാൻ കുറേ ജോബിന് വേണ്ടി ട്രൈ ചെയ്തു. പക്ഷേ നമുക്കറിയാം ഒരുപാട് പേരുടെ ജോലി ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഒരു ഡിസപ്പോയിൻറ്റഡായി. അത്ഭുതം എന്ന് പറയട്ടെ, ആ സമയത്ത് ഞങ്ങൾക്കൊരു ഫാമിലി ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് അത് അതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിന് മെച്യൂരിറ്റി ആയിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നിട്ട് വരെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു പുതിയൊരു സ്കീം വന്നിട്ടുണ്ട്, അപ്പോൾ അവർക്ക് അതിനകത്ത് കുറച്ച് ആൾക്കാരെയൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് എക്സിസ്റ്റിംഗ് സ്കീമിലുള്ള ആൾക്കാരെ അത് വേണമെങ്കിൽ അത് വിഡ്രോ ചെയ്യാം, എന്നിട്ട് ആ എമൗണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പേഴ്സണൽ ആവശ്യമല്ലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അത് നമുക്കത് വലിയൊരു രക്ഷയായിട്ട് മാറിത്തീർന്നു. കാരണം എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, അത് മാതാവിൻ്റെ ഇടപെടലോടെ മാത്രമാണ് അങ്ങനെ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അത് നടക്കത്തൊന്നുമില്ലായിരുന്നു. പിന്നെ ആ എമൗണ്ട് കിട്ടുകയും അതോടെ കാർ ലോൺ കംപ്ലീറ്റ്ലി അതോടെ അങ്ങ് നമ്മൾ ക്ലിയർ ഓഫ് ചെയ്യുകയും ചെയ്തു. പിന്നെ നമുക്കറിയാം ലോൺ എമൗണ്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി നമ്മുടെ സ്വന്തമാണെന്ന്. പക്ഷേ നമ്മുടെ ഫ്രണ്ടിൽ വേറെ ചില പ്രശ്നങ്ങളും ഉണ്ട് ഈ ഹോം ലോണിൻ്റെ കാര്യത്തിൽ. കാരണം ഹോം ലോൺ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ വലിയൊരു എമൗണ്ടാണ്. അതിപ്പോൾ എങ്ങനെ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാമല്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്കൊരു വേറൊരു ഫ്ലാറ്റും ഉണ്ടായിരുന്നു. അത് കുറേ നാളായിട്ട്, വർഷങ്ങളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നതാണ് സെയിലിന് വേണ്ടി.
അവിടെ നമുക്കൊന്നും കിട്ടിയൊന്നുമില്ല, ബയറിനെ ഒന്നും. പക്ഷേ ഈ ഉടമ്പടി, ഓൺലൈൻ ഉടമ്പടിയുടെ ടൈമിൽ തന്നെ മാതാവിൻ്റെ ഇടപെടൽ മൂലം നമുക്കൊരു ബയറിനെ കിട്ടുകയും എന്നിട്ട് ആ ബയറിൻ്റെ എമൗണ്ട് വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെയാണ് ഇത് കാര്യങ്ങൾ ക്ലിയർ ആയത്. പക്ഷേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഒക്ടോബർ 10 ഞാൻ ഇവിടെ വരുമായിരുന്നു എൻ്റെ ഉടമ്പടി പുതുതായിട്ട് ഇവിടെ എടുക്കാൻ വേണ്ടി. കാരണം ഓൺലൈൻ ഉടമ്പടിയിലെ നമുക്കറിയാം, നമുക്ക് പത്രമൊന്നും കിട്ടത്തൊന്നുമില്ല. പത്രം കിട്ടാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ആ ഓപ്ഷൻ ട്രൈ ചെയ്തിരുന്നില്ല നമുക്ക് പത്രം കിട്ടാൻ വേണ്ടി. അപ്പം ഞാനിവിടെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ ജോബ് റിലേറ്റഡ് ഇഷ്യൂ ഉള്ള ആൾക്കാർ, പ്രത്യേകിച്ച് എൻ്റെ ഫീൽഡിൽ ജോബ് റിലേറ്റഡ് ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക് ഒരു ടെസ്റ്റിമണി, ഒരു സാക്ഷ്യം കേൾക്കണമെന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപക്ഷെ ഞാൻ നന്നായിട്ട് യൂട്യൂബ് നോക്കാത്തതിൻ്റെ ആയിരിക്കാം, ഞാൻ ആഗ്രഹിച്ച പോലത്തെ സാക്ഷ്യങ്ങളൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒക്ടോബർ 10, 2024 ഞാനിവിടെ കൃപാസനം വന്നു. ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്, ഞാൻ ഇവിടെ മുന്നിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ്, ഞാൻ ആഗ്രഹിച്ച പോലത്തെ തന്നെ ഒരു സാക്ഷ്യം ഇവിടെ ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് തന്നെ എനിക്കത് കേൾക്കാനുണ്ടായി. അപ്പം എനിക്കത് വലിയൊരു മെസ്സേജാണ് കിട്ടിയത്. കാരണം ഞാൻ യൂട്യൂബിലൊന്നും കാണാത്ത കാര്യങ്ങൾ ഞാൻ ആദ്യമായിട്ട് കൃപാസനം വരികയും ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു സാക്ഷ്യം എനിക്ക് ഇവിടെ വന്ന് കേൾക്കാൻ കഴിയുകയും ചെയ്തു. അപ്പം ഇനി എൻ്റെ മനസ്സിൽ ആ സാക്ഷ്യം കഴിഞ്ഞു ഞാൻ വീട്ടിൽ പോയി. പക്ഷേ എൻ്റെ മനസ്സിൽ കുറേ ആകുലതകളും കുറേ ടെൻഷനും കുറേ സംശയങ്ങളുണ്ട്. ഇനി പത്രം ഞാൻ എങ്ങനെ കൊടുക്കുമെന്ന്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. അപ്പം നമ്മൾ കേരളത്തിൽ ഒരു പക്ഷേ പത്രം കൊടുക്കുന്നത് പോലെ കർണാടകയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിലൊക്കെ ആൾക്കാർ ഒരു നല്ല രീതിയിൽ കാണണമെന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ ഡൗട്ടുണ്ടാവും. ഞാൻ ആരോടൊക്കെ ചോദിച്ചു പത്രത്തിൻ്റെ കാര്യം, അവരൊക്കെ എന്നോട് പറഞ്ഞു ഒരിക്കലും പത്രം കൊടുക്കല്ലേ. കാരണം ചിലപ്പം കേരളം പോലെയല്ല, നമ്മൾ മറ്റു സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ പത്രം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസ് കംപ്ലയിൻറ്റ് വരെ വന്നെന്നിരിക്കും. ചിലപ്പം വേറെ കുറേ ക്രിസ്ത്യൻസ് പത്രം കൊടുക്കുമ്പോൾ അറിയാമല്ലോ ആൾക്കാർ ഏതൊക്കെ രീതിയിലാണോ വ്യാഖ്യാനിക്കണമെന്ന്. പക്ഷേ ഒരു സ്ഥലത്ത് എന്നോട് പല ആൾക്കാർ ഇങ്ങനെ പറയണു, എന്നാൽ മറുഭാഗത്ത് ഞാൻ നേരിട്ട് കേട്ട സാക്ഷ്യം അതിൻ്റെ ഉപരി വേറെ ഒന്നുമില്ല. കാരണം അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഒരു മാതാവ് എനിക്ക് നേരിട്ട് തന്ന ഒരു മെസ്സേജാണിത്. അതായത് ഞാൻ പത്രം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എവിടെ പത്രം കൊടുക്കണം, എങ്ങനെ പത്രം കൊടുക്കണം, അപ്പോൾ അങ്ങനത്തെ കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡൗട്ട്സ് ഞാൻ എങ്ങനെ ക്ലിയർ ചെയ്യും, അതൊരു വലിയൊരു ഡൗട്ടായിരുന്നു എൻ്റെ മൈൻഡിൽ. എങ്ങനെ ഞാൻ ഈ ഡൗട്ട് ക്ലിയർ ചെയ്യും? അപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അന്ന് ആ സാക്ഷ്യം പറഞ്ഞ ആളെ തന്നെ എനിക്ക് നേരിട്ടൊന്ന് കണ്ടാൽ എത്ര നന്നായിരിക്കുമെന്ന്. പക്ഷേ നമുക്കറിയാം, ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് പോണ ആൾക്കാരെ പിന്നെ നമ്മളൊന്നും ഒരിക്കലും കാണാറില്ല. അതല്ലെങ്കിൽ പിന്നെ അത്രയ്ക്ക് പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ അല്ലാതെ നമ്മൾ പിന്നെ ഇവരൊന്നും പിന്നെ ഒരിക്കലും അവർ കാണാറില്ല. അവരവരുടെ നാടുകളിൽ പോകും. അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ തന്നെ ഞാൻ ഈ സെയിം ആളെ തന്നെ അവിടെ കാണുകയുണ്ടായി. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അന്ന് കൃപാസനത്തിൽ വന്ന സാക്ഷ്യം പറഞ്ഞ ആളല്ലേ, 10th ഒക്ടോബറിലല്ലേ വന്നത്? കാരണം ഞാനന്ന് നേരെ മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡൗട്ടുണ്ട്, അതായത് ഈ പത്രം എങ്ങനെ കൊടുക്കണം, പിന്നെ ഏതൊക്കെ ഹോസ്പിറ്റലിലാണ് നിങ്ങൾ പോയത്, ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം എന്നോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം ഞാൻ അതേപോലെ അങ്ങ് ചെയ്തു. പക്ഷേ പെട്ടെന്നൊന്നും കാര്യങ്ങളൊന്നും നടന്നൊന്നുമില്ല. കാരണം ദൈവം നമ്മുടെ ലൈഫിൽ ഒരു ഡ്രൈ പീരീഡ് അങ്ങ് തരും, നമ്മളെ ശരിക്കും ഒന്ന് ടെസ്റ്റ് ചെയ്യും. അതായത് നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്താലും പെട്ടെന്ന് തന്നെ കിട്ടണമെന്നൊന്നുമില്ല. ദൈവം നമ്മളെ ശരിക്കും ഒന്ന് ടെസ്റ്റ് ചെയ്യും. നമുക്ക് വിശ്വാസമുള്ള ആൾക്കാരാണോ അല്ലയോ, നമ്മൾ വിശ്വാസം കൈവിട്ട് പോകുന്നുണ്ടോ. പക്ഷേ ഞാൻ കൈവിട്ടില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇത് വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് നീങ്ങി. ഒരു പ്രാവശ്യം ഞാനിവിടെ കൃപാസനം വന്നപ്പോൾ ഞാൻ ജോസഫ് അച്ഛനെയൊക്കെ കാണുകയുണ്ടായി. എന്നിട്ട് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ് ഇവിടെ. എന്നിട്ട് എൻ്റെ ആത്മീയ ജീവിതം ഞാൻ അതേപോലെ തുടർന്നു. ഒരുപക്ഷെ എൻ്റെ ലൈഫിൽ ചിലപ്പോൾ ഒരുപക്ഷെ ദൈവം എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എനിക്ക് ഇതേ ലൈഫിൽ തന്നെ തുടർന്നാൽ മതി, അങ്ങനെ വരെ ഞാൻ ചിന്തിച്ച കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അധികം താമസിക്കാതെ തന്നെ ദൈവം എനിക്ക് ജോലി തന്നു. ആ ജോലി തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് താങ്ക്സ് പറയാൻ കൂടെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ ലൈഫിൽ ഏറ്റവും വന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ആത്മീയമായിട്ടൊന്നും അത്ര സ്ട്രോങ് ഒന്നും അല്ലായിരുന്നു. ദൈവത്തിനോട് വിശ്വാസം ഉണ്ടായിരുന്നു, അതില്ലെന്ന് ഞാൻ പറയണില്ല. പക്ഷേ അത് ജസ്റ്റ് ഒരു വിശ്വാസം മാത്രമായിരുന്നു. ഞാൻ ഒരിക്കലും ദൈവത്തിനെ ആരാധിച്ച ഒരു വ്യക്തിയല്ല ഞാൻ. പക്ഷേ ഈ ഒരു ധ്യാനത്തോടെ വന്നോടെ എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോമായി. ഞാനിപ്പോൾ എവറി 2 വീക്സ്, നേരത്തെ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരു പ്രാവശ്യം വല്ലതും
കൺഫെഷൻ വല്ലതും കൊടുത്താലായി. പക്ഷേ ഞാനിപ്പോൾ എവറി 2 വീക്സ് കൺഫെഷൻ കൊടുക്കുന്ന ഒരാളാണ്. പ്രേക്ഷിക പ്രവർത്തനം ഞാൻ പണ്ട് ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ ഞാൻ പ്രേക്ഷിക പ്രവർത്തനം ഞാൻ ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ്ലി. അതേപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ അടുത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെ കുറേ ഓർഫനേജും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങോട്ടൊന്നും അധികം മൈൻഡ് ചെയ്യാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഉടമ്പടി വന്നതോടെ ഞാൻ അങ്ങോട്ടൊക്കെ പോകാറുണ്ട് നേരിട്ട്. അതേപോലെ അവിടെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, എൻ്റെയൊക്കെ വേണ്ടാത്ത രീതിയിൽ തന്നെ. ഫൈനാൻഷ്യൽ സപ്പോർട്ടും ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ എൻ്റെ ഫാമിലിയും ഒരുപാട് ദൈവത്തിൻ്റെ അടുത്ത് വന്ന് ഒരുപാട് അടുത്തോട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഓരോ കാര്യത്തിലും ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളുടെ ദൈവത്തിനടുത്ത് പോയി ചോദിക്കാറുണ്ട് എന്തൊക്കെ ചെയ്യണം. അതേപോലെ ദൈവത്തിനടുത്തു നിന്ന് ഓരോ ഹെൽപ്പ് കിട്ടും എന്ന പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അത് കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഇതുവരെ കിട്ടിയ അനുഗ്രഹത്തിന്, അതേപോലെ ഈ കൃപാസനത്തിൽ വന്ന പിന്നെ ഈ ഒരു ഉടമ്പടി ലൈഫ് തന്നെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയും ചെയ്യും. തന്ന കൃപയ്ക്ക് മാതാവിന് നന്ദി പറയും. താങ്ക് യു. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാനൊരു പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. ഐസ്യ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 18-19 വചനങ്ങളാണിത്. ജീൻ മാത്യു എന്ന സഹോദരൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് നമ്മൾ ശ്രവിച്ചത്. ഈ മകൻ കൃപാസനത്തിൽ വരാനുണ്ടായ കാരണവും ഈ മകൻ്റെ ജീവിതത്തിലുള്ള എങ്ങനെയാണ് ഉടമ്പടി ജീവിതം നയിച്ചതെന്നുമാണ് നമ്മൾ കേട്ടത്. ആദ്യം ഓൺലൈൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ഒരു ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു, ഒരു സ്ഥിരമായ ഒരു ജോലിക്ക്. കടബാധ്യതകളുണ്ടായിരുന്നു. വീട്ടുകാരിൽ നിന്നാണ് കൃപാസനത്തെപ്പറ്റി അറിഞ്ഞത്. പ്രാർത്ഥിച്ചു. ഉടമ്പടി ഓൺലൈനിലായിരുന്നു. പിന്നീടാണ് ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഫാമിലി ഇൻഷുറൻസിൽ പെട്ടെന്നൊരു സ്കീം ആവുകയും ആ സ്കീമിൽ കൂടെ കാർ ലോൺ ക്ലിയർ ആക്കുകയും ചെയ്യാൻ സാധിച്ചത്. ടൈം ഷോർട്ടനിങ്ങിൻ്റെ അമ്മ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, ഓൺലൈൻ ഉടമ്പടിയിൽ കൂടിയാണ് ഈ മകന് ഈ അനുഗ്രഹം നൽകിയത്. പിന്നെ ഉണ്ടായിരുന്നത് ഹോം ലോൺ ആയിരുന്നു. പെട്ടെന്നാണ് ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് അർഹിക്കാത്ത ഒരു ബോണസ് മാതാവ് നൽകി. ഈശോയും അമ്മയും ഈ മകൻ്റെ കൂടെ നിന്നാണ് ഈ കടബാധ്യതകൾ ഒരല്പം ആശ്വാസമായി ഈ സ്കീമും ബോണസും ഒക്കെയായി നൽകിയത്. പിന്നീടാണ് ഫ്ലാറ്റ് വിൽക്കാൻ നോക്കിയത്. അക്കാര്യവും മാതാവ് ഈശോയോട് പറഞ്ഞ് നടത്തിക്കൊടുത്തു. കൃപാസനത്തിൽ ഓരോ വ്യക്തികൾ വരുമ്പോഴും അവരുടെ കണ്ണുനീര് വീഴുന്ന ഒരു സ്ഥലമാണിത്. എല്ലാവരുടെയും പ്രാർത്ഥനകളുടെ ഉത്തരമാണ് ഇവിടെ ലഭിക്കുന്നത്. ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹമാണ് ഈ മകൻ്റെ കടബാധ്യതകളുടെ എല്ലാ നീക്കുപോക്കൽ നടത്തി ക്ലിയറാക്കി കൊടുത്തത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ മരുഭൂമിയിലെ പോലെ ഒരു ഡെസേർട്ട് എക്സ്പീരിയൻസ് ആവാം. എൻ്റെ പ്രാർത്ഥന കേട്ടോ, ഇതൊരു വിശ്വാസക്കുറവ് വരാം. ഇതെല്ലാം നമ്മൾ ഓരോ പ്രാവശ്യവും പരീക്ഷിച്ച് നമ്മുടെ വിശ്വാസം ബലപ്പെടുത്താനുള്ള ഓരോ മാർഗമായിട്ടാണ് ഈ മകൻ കണക്കാക്കിയത്. പിന്നീട് ഒരു സാക്ഷ്യം കേൾക്കാൻ ആഗ്രഹിച്ചു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോഴാണ് ആ ദിവസം അങ്ങനെ ഒരു സാക്ഷ്യം തന്നെ ഈ സ്ഥലത്ത് തന്നെ അമ്മയുടെ സന്നിധിയിൽ നിന്ന് കേൾക്കുവാൻ സാധിച്ചത്. ഈ മകൻ ആഗ്രഹിച്ചതുപോലെ വേറൊരു വ്യക്തി കടബാധ്യതകൾ മാറ്റിയതും അതുപോലെ തന്നെയുള്ളൊരു സാക്ഷ്യമാണ്, ഈ മകൻ ആഗ്രഹിച്ചൊരു സാക്ഷ്യമാണ് ഇവിടെ നിന്ന് കേൾക്കാൻ സാധിച്ചത്. അത് മാതാവിൻ്റെ ഒരു ഇടപെടലായിരുന്നു. മക്കൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം മാതാവ് ഏതെങ്കിലും രീതിയിൽ പല രീതികളിലാണ് അമ്മ അതെല്ലാം ക്ലിയറാക്കി കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, സാധാരണ ഇവിടെ വ്യക്തികളെ കാണാൻ സാധിക്കില്ല സാക്ഷ്യം പറഞ്ഞിട്ട് പോകുമ്പോൾ. പക്ഷേ പിന്നീട് ബാംഗ്ലൂരിൽ ചെന്നപ്പോഴാണ് ഈ മകനെ വീണ്ടും കാണാൻ സാധിച്ച്. പത്രം കൊടുക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. എങ്ങനെ കൊടുക്കും, എവിടെ കൊടുക്കും എന്നുള്ള ഒരു രീതി ആ മകനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീട് പ്രേക്ഷിത പ്രവർത്തനം കുറച്ചുകൂടെ ഊർജ്ജമാക്കി. മകന് മനസ്സിലായി കുറച്ചും കൂടെ തീഷ്ണതയോടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം, ആത്മീയമായിട്ട് വളരണം എന്ന് മനസ്സിലാക്കിയ ശേഷം കൂടുതൽ ഉടമ്പടി ജീവിതം കുറച്ചുകൂടെ ഊർജ്ജമാക്കി പ്രാർത്ഥിച്ചു, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു.
അല്പനേരം ടെസ്റ്റിംഗ് പീരീഡ് ആയിരുന്നെങ്കിലും വിശ്വാസത്തിൽ കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ച് ഉറച്ച് ഈ മകൻ വീണ്ടും അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ച് ബ്ലെസ്സിങ് മേടിച്ച് വീണ്ടും ജോലിക്കായി ശ്രമിച്ചു. പിന്നീടാണ് IT ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പെർമനൻ്റ് ജോലി നൽകി ഈശോയും അമ്മയും ഈ മകൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തത്. പലപ്പോഴും മാനുഷികമായ വഴികൾ അസ്തമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ ഉടമ്പടി വഴി പുതിയ വഴികൾ കാണിച്ചു തരുന്നു. നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം വഴി പുതിയ ജീവിത വഴികൾ കാണിച്ചു തരാനും ഇനിയും നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരാൻ ദൈവം തീരുമാനിച്ചാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്കും ഉടമ്പടി ജീവിതം വിശ്വാസത്തോടെ വിശ്വസ്തയോടെ നമുക്ക് നയിക്കാം. ഈ മകന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.